കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. ഹായ്, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ നാദിർ ഷാ. എന്തുകൊണ്ടാണ് ഡീസൽ ബൈക്കുകൾ നിർമ്മിക്കപ്പെടാത്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ പറയട്ടെ. നാം എല്ലാവരും ബൈക്ക് പ്രേമികളാണ്. നാം ഒരു ദിവസത്തിൽ പലതവണ ബൈക്ക് ഉപയോഗിക്കുന്നു. സാധാരണയായി ഓടിക്കുന്ന ബൈക്ക് പെട്രോളാണ്. പെട്രോളിൻ്റെ വില പല രാജ്യങ്ങളിലും ഡീസലിനേക്കാൾ കൂടുതലുമാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് ബൈക്ക് ഡീസൽ പ്രവർത്തിപ്പിക്കാത്തത് എന്ന്. ഒരു ഡീസൽ ബൈക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പണം ലാഭിക്കാം എന്നുമൊക്കെ. ബൈക്കുകളിൽ ഡീസൽ എഞ്ചിനുകൾ ഉപയോഗിക്കാത്തതിൻ്റെ ചില കാരണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒരു ഡീസൽ എഞ്ചിന് കംപ്രഷൻ അനുപാതം 24:1 ഉണ്ട്. ഇത് പെട്രോൾ എഞ്ചിൻ കംപ്രഷൻ അനുപാതത്തേക്കാൾ 11:1 ആണ്. ഈ ഉയർന്ന കംപ്രഷൻ അനുപാതം കൈകാര്യം ചെയ്യുന്നതിന് ഡിസൈൻ എഞ്ചിനുകൾ വലുതും ഹെവി മെറ്റലുമായിരിക്കണം. അതുകൊണ്ടാണ് ഡീസൽ എഞ്ചിൻ പെട്രോൾ എഞ്ചിനേക്കാൾ ഭാരം കൂടിയതും മോട്ടോർ സൈക്കിൾ പോലുള്ള ചെറിയ വാഹനങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതും. ഉയർന്ന കംപ്രഷൻ അനുപാതം പെട്രോൾ എഞ്ചിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡീസൽ എഞ്ചിൻ കൂടുതൽ വൈബ്രേഷനും ശബ്ദവും ഉണ്ടാക്കുന്നു. ഈ ഉയർന്ന വൈബ്രേഷനും ശബ്ദവും കൈകാര്യം ചെയ്യാൻ ഒരു നേരിയ വാഹനത്തിന് സാധ്യമല്ല. അതുകൊണ്ടാണ് മോട്ടോർ സൈക്കിളുകളിൽ ഡീസൽ എഞ്ചിനുകൾ ഉപയോഗിക്കാത്തത്. ഉയർന്ന കംപ്രഷൻ അനുപാതവും ഹെവി എഞ്ചിനും കാരണം ഡീസൽ എഞ്ചിൻ്റെ പ്രാരംഭ വില പെട്രോൾ എഞ്ചിനേക്കാൾ കൂടുതലാണ്. ഈ പ്രാരംഭ വില വ്യത്യാസം ഏകദേശം 50,000 രൂപയാണ്. ഇത് ഒരു ചെറിയ വാഹനത്തിന് അനുയോജ്യമല്ല. പെട്രോൾ എഞ്ചിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡീസൽ എഞ്ചിൻ ഒരു ഗാലന് ഏകദേശം 13% കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ ഇത് ഒരു പെട്രോൾ എഞ്ചിനേക്കാൾ വലിയ മലിനീകരണം ഉണ്ടാക്കുന്നു. മാത്രമല്ല, പരിസ്ഥിതിക്ക് ഇത് ഉപയോഗിക്കുന്നത് നല്ലതുമല്ല. ഒരു ഡീസൽ എഞ്ചിൻ ഉയർന്ന മർദ്ദത്തിൽ പ്രവർത്തിക്കുന്നു. അതിനാൽ ഡീസൽ എഞ്ചിനുകളിൽ തേയ്മാനം കൂടുതലാണ്. ഈ തേയ്മാനം കുറയ്ക്കുന്നതിന് പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ 10,000 കിലോമീറ്ററിന് പകരം ഓരോ 5,000 കിലോമീറ്ററിലും ടയർ, ഓയിൽ മാറ്റം പതിവായി ആവശ്യമാണ്. ഡീസൽ എഞ്ചിൻ പെട്രോൾ എഞ്ചിനേക്കാൾ കൂടുതൽ ടോർക്ക്, എന്നാൽ കുറഞ്ഞ RPM ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ ഉയർന്ന വേഗത ആവശ്യമുള്ള ബൈക്കുകളിൽ ഇത് അനുയോജ്യമല്ല. പെട്രോളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡീസലിന് ഒരു ഗാലന് ഉയർന്ന ഊർജ്ജമുണ്ട്. ഡീസൽ കത്തുമ്പോൾ അത് വലിയ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സിലിണ്ടറിൻ്റെ മതിലുകളും എഞ്ചിൻ്റെ മറ്റു ഭാഗങ്ങളും നശിപ്പിക്കും. അതിനാൽ ഈ ചൂട് കുറയ്ക്കുന്നതിന് കൂടുതൽ ഉപരിതലവും ശരിയായ തണുപ്പിക്കൽ സംവിധാനവും ആവശ്യമാണ്. ഈ വലിയ ഉപരിതല വിസ്തീർണം നേടുന്നതിന് എഞ്ചിനുകൾ അല്പം വലുതാക്കുന്നു. ഡീസൽ എഞ്ചിൻ ഒരു ടർബോ ചാർജറോ സൂപ്പർ ചാർജറോ ഉപയോഗിച്ച് സിലിണ്ടറിലേക്ക് കൂടുതൽ വായു പമ്പ് ചെയ്യുന്നു. ഇത് അതിൻ്റെ വിലയും വലിപ്പവും വർദ്ധിപ്പിക്കുന്നു. ഡീസൽ എഞ്ചിനുകളിൽ പെട്രോൾ എഞ്ചിൻ്റെ സ്പാർക്ക് പ്ലഗ് സാങ്കേതിക വിദ്യയേക്കാൾ ചെലവേറിയ ജ്വലന അറയിലേക്ക് ഇന്ധനം കടത്തിവിടാൻ ഇഞ്ചക്ടർ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. പെട്രോൾ എഞ്ചിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡീസൽ എഞ്ചിൻ വളരെ വലുതാണ്. ഇത് എഞ്ചിൻ ക്രാങ്ക് ചെയ്യാൻ ഉയർന്ന പവർ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഉപയോഗിക്കുന്നു. ഇത് മോട്ടോർ സൈക്കിളുകൾക്ക് അനുയോജ്യമല്ല. ഈ പോരായ്മകൾക്കെല്ലാം ശേഷം റോയൽ എൻഫീൽഡ് പോലുള്ള ചില നിർമ്മാതാക്കൾ ഡീസൽ എഞ്ചിൻ ബൈക്കുകൾ നിർമ്മിക്കുന്നതിൽ വിജയിച്ചു. പക്ഷേ അവർ ഇപ്പോൾ പെട്രോൾ എഞ്ചിനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.